ഒരു മനുഷ്യൻ വളരെ കാലം കഷ്ടപ്പെട്ട് എളിയ നിലയിൽ നിന്ന് വളർന്നു വന്ന് അദ്ദേഹത്തിൻ്റെ വലിയ ചിരകാലാഭിലാഷമായ ഒരു വീട് വെച്ചിട്ട് അയാൾ ഫേസ്ബുക്കിൽ ഞാൻ പണിത വീട് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ അടിയിൽ വരുന്ന ഒരു കമൻറ്റ് എന്തായിരിക്കും അറിയാമോ? അതിന് ഞാനെന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും നല്ല കാര്യത്തിന് അതിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ വായിച്ചാൽ പിന്നെ നമ്മൾക്ക് ആ ദിവസം നിരാശയോടെ അല്ലാതെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന നെഗറ്റീവ് കമൻ്റ് ഉണ്ടാക്കിയ ഡിപ്രഷൻ മൂലം ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആത്മഹത്യ ചെയ്ത വാർത്തയും മറ്റൊരു സെലിബ്രിറ്റിയായ കുട്ടിയുടെ അപ്പൻ കേസ് കൊടുത്തതെല്ലാം ഈയിടെ ചർച്ചയായിരുന്നല്ലോ. നമ്മൾ മാതാപിതാക്കൾ കാലത്തിൻ്റെ പ്രത്യേകതകളെ അനുസരിച്ച് നമ്മുടെ പേരൻറ്റിങ് പ്രോസസ്സ് ക്രമപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം റെസ്പോൺസിബിൾ സിറ്റിസൺ മാത്രമല്ല, റെസ്പോൺസിബിൾ നെറ്റിസൺ ആകാൻ കൂടി നമ്മുടെ മക്കളെ പരുവപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതിന് രണ്ട് ഡയമെൻഷൻ ഉണ്ട്. ഒന്ന്, സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കുട്ടി എന്ന നിലയ്ക്ക് നമ്മുടെ മക്കളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. രണ്ട്, സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് കാണുന്ന, അത് ഇൻട്രാക്ട് ചെയ്യുന്ന കുട്ടി എന്ന നിലയ്ക്ക് നമ്മുടെ മക്കളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ മക്കളിൽ കൂടുതൽ പേരും രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നു എന്നതുകൊണ്ട് നമുക്ക് ഇന്ന് ആ കാര്യം ചർച്ച ചെയ്യാം. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഈ വീഡിയോയ്ക്ക്. ആദ്യത്തെ ഭാഗത്ത് ഒരാൾ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതിന് പിന്നിലെ മനഃശാസ്ത്ര വശങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാം, അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. രണ്ടാമതായി മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നും പരിശോധിക്കാം. ഒന്നാമതായി ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരുടെ മാനസിക നില എന്താണെന്ന് നമുക്ക് നോക്കാം. 1939 ജോൺ ഡെൽനാറിനും സഹപ്രവർത്തകരും ചേർന്ന് രൂപം നൽകിയ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഹൈപ്പോത്തസിസ്, ആ തിയറി പറയുന്ന ഒരു കാര്യമുണ്ട്. തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കാതെ പോകുന്ന, ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോകുന്ന വ്യക്തികളിൽ ഫ്രസ്ട്രേഷൻ അഥവാ ഒരുതരം നിരാശ രൂപപ്പെടും. ഈ നിരാശയിൽ നിന്ന്, ഈ ഫ്രസ്ട്രേഷനിൽ നിന്ന് തങ്ങളുടെ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിന് തടസ്സം നിന്ന വ്യക്തിയെ ആക്രമിക്കാനുള്ള ഒരുതരം അഗ്രസീവ് ഡ്രൈവ് രൂപപ്പെടും. തങ്ങളുടെ സോഴ്സ് ഓഫ് ഫ്രസ്ട്രേഷൻ, ആ വ്യക്തി, നിരാശയ്ക്ക് കാരണമായ ആ വ്യക്തിയെ അല്ലെങ്കിൽ സാഹചര്യത്തെ അയാൾക്ക് എതിർക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവർ തങ്ങളുടെ അഗ്രഷൻ മറ്റാളുകളിലേക്കും മറ്റ് സാഹചര്യങ്ങളിലേക്കും ഒക്കെ ഡിസ്പ്ലേസ് ചെയ്യും. നീ ആരാന്നാണ് നിന്റെ വിചാരം? അവളുടെ സൂട്ടും ഇംഗ്ലീഷും നീ മലപ്പുറത്തൊന്നും ചോദിക്കണേ അലിയാരാണെന്ന്. നിന്റെ സൂട്ടെല്ലാം കൂടെ പൊറോട്ട വലിച്ചിരുന്നോ വലിച്ചു കിട്ട് വളിച്ച ചിക്കൻ കറി ഒഴിച്ച് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കണി. നീ ആരാണ്? നീ ചാവൂട്ടിന്റെ നിന്റെ ഒന്നുകളെ ഞാൻ എന്ത് പറ്റി? അങ്ങനെ ആദ്യമായിട്ട് അവൾ എന്റെ തള്ളയ്ക്കും വിളിച്ച്, എന്നിട്ടൊന്നും പറഞ്ഞില്ലേ? അകത്ത് പറഞ്ഞു ഒന്നും ഇവിടെ കേട്ടില്ലേ? പറഞ്ഞത് മുഴുവൻ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് ബക്കറ്റും ചവിട്ടി പൊട്ടിച്ച് പുറത്ത് വേറെ മേടിച്ചോണ്ട് വരാം. ഈ മാസം ഇത് 4ാമത്തെ ബക്കറ്റാ. നമ്മൾ കണ്ടിട്ടില്ലേ ചില സാഹചര്യങ്ങളിൽ ഓഫീസിലെ ദേഷ്യമൊക്കെ വീട്ടിൽ വന്ന് തീർക്കുന്ന ചില മനുഷ്യരെ? ഇതൊരു തരം ഈ അഗ്രഷൻ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇങ്ങനെ അഗ്രഷനെ ഡിസ്പ്ലേസ് ചെയ്യാൻ ഏറ്റവും പറ്റിയ ഇടം, റീഡയറക്റ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ ഇടം ഓൺലൈൻ ആകാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അനോണിമിറ്റി അഥവാ അജ്ഞാതത്വം. ഒരു പ്രൊഫൈലിൻ്റെ പിന്നിൽ മറിഞ്ഞിരുന്ന് മറ്റുള്ളവരെ ആക്രമിക്കാമെന്നത് ഓൺലൈൻ ഇടങ്ങളിൽ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാരണം ഓൺലൈൻ ഡിസ്ഇൻഹിബിഷൻ എഫക്റ്റാണ്. മുഖാമുഖമുള്ള ഇൻട്രാക്ഷൻസ് ചെയ്യാൻ, പറയാൻ നമ്മൾ മടിക്കുന്ന കാര്യങ്ങൾ ഓൺലൈനിൽ മറഞ്ഞിരുന്ന്, മുന്നിൽ നിൽക്കുന്ന ആളെ കാണാതെ, അയാളുടെ മുഖം കാണാതെ മറഞ്ഞിരുന്ന് ചെയ്യുന്നതിൽ അനുഭവിക്കുന്ന ഒരുതരം കംഫോർട്ടില്ലേ? ഈ രണ്ട് കാരണങ്ങളും ഇത്തരം ഫ്രസ്ട്രേറ്റഡ് ആയ ആളുകളുടെ ഫേവറേറ്റ് ഇടങ്ങളാക്കി ഓൺലൈൻ ഇടങ്ങളെ മാറ്റുന്നുണ്ട്. സൈക്കോളജിസ്റ്റ് ലെനോ ഫെസ്റ്റിംഗർ മുന്നോട്ട് വെച്ച സോഷ്യൽ കമ്പാരിസൺ തിയറിയും ഇവിടെ ആപ്ലിക്കബിൾ ആണ്. വ്യക്തികൾക്ക് തങ്ങളുടെ ആശയങ്ങളും കഴിവുകളും വ്യക്തി മൂല്യങ്ങളും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനുള്ള ഒരു സ്വാഭാവിക പ്രവണതയുണ്ട്. ഈ കമ്പാരിസൺ രണ്ട് വിധത്തിലാണ് സംഭവിക്കുന്നത്. അപ്വേർഡ് കമ്പാരിസൺ ആണ് ഒന്നാമത്. ആളുകൾ തങ്ങളെക്കാൾ ഉയർന്നവരുമായി കമ്പയർ ചെയ്യുന്നു. അത് ഒന്നുകിൽ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് അസൂയയ്ക്ക് കാരണമാകാം. രണ്ടാമത് ഡൗൺവേർഡ് കമ്പാരിസൺ ആണ്. തങ്ങളുടെ അത്രയും സാധ്യതകളില്ലെന്ന് അവർ കരുതുന്ന മനുഷ്യരുമായി അവർ തങ്ങളെ കമ്പയർ ചെയ്യുന്നു. ഇതൊന്നുകിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം ചിലരിൽ, പക്ഷേ ഇത് അഹങ്കാരത്തിന് കാരണമാകാം. തങ്ങളെക്കാൾ മികച്ചവരോട് തോന്നുന്ന അസൂയയോ തങ്ങളുടെ അത്രയും വരില്ല എന്ന് തോന്നുന്നവരോട് തോന്നുന്ന പരിഹാസമോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്നതിലേക്ക് വ്യക്തികളെ നയിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ കുട്ടിയിൽ ഒരു റെസ്പോൺസിബിൾ നെറ്റിസനെ വാർത്തെടുക്കാൻ എന്തെല്ലാം ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ റെസ്പോൺസിബിൾ നെറ്റിസന്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ ഈ കമൻറ്റിങ്. ഒന്നാമതായി, പൊതു ഇടങ്ങൾ പോലെ തന്നെ സോഷ്യൽ മീഡിയ ലോകത്തും അവരുടെ പെരുമാറ്റങ്ങൾ മറ്റുള്ളവർ കാണുന്നുണ്ടെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി, പൊതു ഇടങ്ങൾ പോലെ തന്നെ ഇന്റർനെറ്റ് ലോകത്തെ പെരുമാറ്റങ്ങൾ സംബന്ധിക്കുന്ന നിയമങ്ങൾ രാജ്യത്തുണ്ടെന്നും അത് ലംഘിച്ചാൽ ശിക്ഷകളുണ്ടെന്നും അവരെ ബോധ്യപ്പെടുത്തുക. ഉദാഹരണത്തിന് IPC സെക്ഷൻ 499 ഓൺലൈനിൽ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചാൽ 2 വർഷം വരെ തടവ് കിട്ടാവുന്ന വകുപ്പാണ്.
IPC സെക്ഷൻ 507 അനോണിമസായി ഓൺലൈനിൽ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതിന് 3 വർഷം വരെ തടവ് കിട്ടാം. എനിക്കറിയാം ഇപ്പോൾ IPC അല്ല, ഇന്ത്യൻ പീനൽ കോഡ് അല്ല, ഭാരതീയ ന്യായ സംഹിതയാണ്. പക്ഷേ ഈ പറഞ്ഞു വരുമ്പോൾ IPC എന്ന് തന്നെയാണ് ഇപ്പോഴും വായിൽ വരുന്നത്. ഒരു പോസ്റ്റ് അല്ലെങ്കിൽ കമന്റ് ഇടുന്നതിന് മുൻപായി പലവട്ടം ചിന്തിക്കണമെന്നും ആ കമന്റ് ആരെയെങ്കിലും കളിയാക്കുകയോ മുറിപ്പെടുത്തുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം. 5ാമതായി, ഒരു കണ്ടന്റിന്റെ താഴെ ഒരുപാട് പേർ നെഗറ്റീവ് കമന്റ് ഇട്ടാൽ ആ കണ്ടന്റിനെ കുറിച്ച് നമ്മുടെ മനസ്സിലും അതേ ചിന്തകൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ ബാൻഡ് വാഗൺ എഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. മറ്റുള്ളവരുടെ കമന്റുകൾ സ്വാധീനിക്കുന്നതിന് പകരം സ്വന്തമായി അഭിപ്രായങ്ങൾ രൂപീകരിക്കാൻ ശ്രമിക്കണമെന്ന് അവരെ ഓർമ്മിപ്പിക്കാം. അതിനായി ഇനി പറയുന്ന കാര്യങ്ങളെ ഒന്ന് വിലയിരുത്താം. ഈസ് ദിസ് കമന്റ് ട്രൂ? ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം സത്യസന്ധമാണോ, ആത്മാർത്ഥമാണോ? ഈസ് ഇറ്റ് ഹെൽപ്ഫുൾ? ഈസ് ഇറ്റ് ഇൻസ്പയറിംഗ്? ഈസ് ഇറ്റ് നെസസറി? ഈസ് ഇറ്റ് കൈൻഡ്? 6ാമതായി, വിമർശനമാണ് പറയാനുള്ളതെങ്കിലും അത് മാന്യമായ ഭാഷയിലാകണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. 7ാമതായി, പ്രമുഖ കമ്പനികൾ തങ്ങളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഒക്കെ ഭാഗമായി വ്യക്തികളുടെ ഓൺലൈൻ പേഴ്സണാലിറ്റിയും ബിഹേവിയറും വിലയിരുത്താറുണ്ടെന്നും അതിനാൽ സൈബർ ഇടങ്ങളിലെ മോശം പെരുമാറ്റം ഭാവിയിൽ ജോലിക്ക് പോലും തടസ്സമായേക്കാമെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. 8ാമതായി, മോശം കമന്റുകൾക്ക് റിപ്ലൈ ആയി വരുന്ന അതിനേക്കാൾ മോശമായ കമന്റുകൾ നമ്മുടെ മനസമാധാനത്തെയും തുടർന്ന് നമ്മുടെ ഏകാഗ്രതയും ഒക്കെ ബാധിച്ചേക്കാമെന്ന് അവരെ ഓർമ്മിപ്പിക്കണം. മോശം കമന്റുകൾ വ്യക്തിവിരോധത്തിലേക്കും പ്രതികാര ചിന്തകളിലേക്കൊക്കെ പോലും നയിച്ചേക്കാം. 9ാമതായി, സോഷ്യൽ മീഡിയയിൽ സ്ഥിരം നെഗറ്റീവ് കമന്റ് ഇടുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ ആ വിധത്തിൽ നെഗറ്റീവായി ബാധിക്കുകയും പതിയെ ആ ശീലം പൊതു ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയും ഒടുവിൽ നമ്മൾ പൊതു ഇടങ്ങളിൽ പോലും സ്വീകാരനല്ലാതെയൊക്കെ ആകാം. 10ാമതായി, മാതാപിതാക്കൾ കുട്ടികളുടെ ഇന്റർനെറ്റ് ആക്ടിവിറ്റീസിനെ സ്ഥിരതയോടെ ഒന്ന് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് അവരെ അറിയിക്കുകയും ചെയ്യുക. മറ്റൊരു കാര്യം, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അഗ്രഷൻ റീഡയറക്ഷൻ മൂലമോ മറ്റുള്ളവരെ തങ്ങളെക്കാൾ താഴ്ന്നവരായി കാണുന്ന കാഴ്ചപ്പാട് മൂലമോ അസൂയ മൂലമോ ശ്രദ്ധ കിട്ടാനോ ഏത് കാരണത്താലാണ് ഇത്തരം അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും കമന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ആ കമന്റ് ചെയ്യുമ്പോൾ അവന് തോന്നിയ കാരണങ്ങളെ പറ്റി അവനോടൊന്ന് സംസാരിക്കുന്നത് നല്ലതാണ്. ഇത് ചിലപ്പോൾ കുട്ടി കടന്നു പോകുന്ന ഫ്രസ്ട്രേഷനെ പറ്റിയോ ചിലപ്പോൾ ചില വ്യക്തിത്വ വൈകല്യങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ മുന്നിലേക്ക് ചില അറിവുകൾ കൊണ്ടുവന്നേക്കാം. ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഒക്കെ ഒരു വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ഭാഗമാകുന്നതിലേക്ക് പരിണമിച്ചു കഴിഞ്ഞ നമ്മൾ നല്ല പൗരനെ അത് പൊതു ഇടങ്ങളിൽ മാത്രമല്ല സൈബർ ഇടങ്ങളിലും വാർത്തെടുക്കാൻ ബോധപൂർവമായി ഇടപെടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. മറ്റൊരു വിഷയമായി വീണ്ടും വരാം. Until then, this is Family Matters 360 signing out. Thank you, bye bye and see you.